ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാരീസ് ടേസ്റ്റ് കാസിൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ? അപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് സൺഡേ ആണ്. അപ്പോൾ പപ്പയുടെ അമ്മയുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് ചോദിച്ചു. എപ്പോഴും വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്, അപ്പോൾ ഒന്ന് പുറത്ത് പോയി കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് പോകാനായിട്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് വെറൈറ്റി ഫുഡ് കിട്ടാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മ നല്ല പ്യുവർ വെജ് ആയതുകൊണ്ടും അമ്മയ്ക്ക് അങ്ങനെ എല്ലാ ഡിഷുകളും പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞങ്ങളിന്ന് പോകുന്നത് സേത്തി ദ ധാബ എന്ന് പറഞ്ഞ നമ്മുടെ എറണാകുളം MG റോഡിലുള്ള റെസ്റ്റോറൻറ്റിലാണ്. അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ ഷീമാട്ടിയുടെയും അടുത്തായിട്ട് വരും. എനിക്ക് പ്രത്യേകിച്ച് ലൊക്കേഷൻ പറയാനായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് MG റോഡിലാണ്. നല്ല അടിപൊളി ഫുഡാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് അവിടെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആകെ ഒരു അവധി കിട്ടുന്നത് ഞായറാഴ്ച മാത്രമാണ്. കാരണം സാറ്റർഡേ പോലും വർക്കിംഗ് ആയിരുന്നു. പെട്ടെന്നുള്ള പ്ലാനായിരുന്നു നമുക്ക് സൺഡേ പോകാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സൺഡേ പോകാമെന്ന് ചോദിച്ചു. പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം വൈകുന്നേരം പോകാമെന്ന് ചോദിച്ചു. പക്ഷേ വൈകുന്നേരം പോകാമെന്ന് ചോദിച്ചത് പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് വൈകും, പിന്നെ ട്രാഫിക്കാവും, ബ്ലോക്കാവും. അങ്ങനെ ഉച്ചയ്ക്ക് പോകാമെന്ന് ചോദിച്ച് 12 മണിക്ക് പോകാമെന്ന് ചോദിച്ചു. പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്ക് 12:30 ആയി. അപ്പോൾ 12:30 ആണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് 2 വീലറിന് മെട്രോ സ്റ്റേഷൻ വരെ എത്തി. പിന്നെ അവിടുന്ന് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട് അവിടുന്ന് പിന്നെ മെട്രോയിൽ കയറിപ്പോയി. സമാധാനത്തോടെ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ പോലും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ഇവിടെ പാറുവിൻ്റെയും നന്ദുവിൻ്റെയും ബഹളായി. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ചിരി എൻ്റെ പാറുവിൻ്റെയും നന്ദുവിൻ്റെയും ചിരിയാണ്. എൻ്റെ തൊട്ടടുത്തിരുന്ന് കലപില കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ മെട്രോ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാനായിട്ട് ഭയങ്കര ഉപകാരമാണ്. കാരണം നമ്മൾ ഒട്ടും തന്നെ ടയേർഡ് ആവത്തുമില്ല, പെട്ടെന്ന് തന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഞങ്ങൾ മെട്രോയിൽ എപ്പോഴും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം MG റോഡ് മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങിക്കയത്തേക്ക് ഞങ്ങൾക്ക് ശരിക്കും പുറത്തിറങ്ങിക്കയത്തേക്ക് ഒരു കിളി പാറിയ അവസ്ഥയായിരുന്നു. കാരണം ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് കിട്ടുന്ന കാരണം എറണാകുളത്തേക്ക് വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടും എറണാകുളത്ത് മെട്രോ സ്റ്റേഷൻ ഇറങ്ങിക്കയത്തേക്ക് ശരിക്കും കിളി പാറിയ അവസ്ഥയായിരുന്നു. പിന്നെ കിളി പാറിയ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞങ്ങളൊരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു, ഹോട്ടലിൻ്റെ പേര് പറഞ്ഞത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള പുള്ളി പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ റൈറ്റിലോട്ടാണ് പോകണമെന്ന് വിചാരിച്ചത്. പക്ഷേ പുള്ളിയാണ് പറഞ്ഞത് ലെഫ്റ്റിലോട്ട് പോകണമെന്ന്. അങ്ങനെ കുറച്ച് ദൂരം നടന്നു കേട്ട് പിന്നെയും ഒരു ഐഡിയ ഇല്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കാണ് ആ പാറിപ്പോയ കിളിയൊക്കെ തിരിച്ചു വന്ന ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനെ നടന്നു കിടന്ന അവസ്ഥയാണ് നമ്മൾ ഹോട്ടലിൽ എത്തി. അതെ, പിന്നെ ഞാൻ ആദ്യമേ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ മാറിപ്പോയായിരുന്നു കേട്ടോ. സേത്തി ദ ധാബയല്ല, സർദാർജി ക ധാബയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ എത്തിക്കയത്തേക്ക് തന്നെ അവിടെ ഭയങ്കര പഞ്ചാബി വൈബാണ് എല്ലായിടത്തും. പഞ്ചാബി മറ്റേ ഭാംഗ്ര കളിക്കുന്നതിൻ്റെ കുറേ സ്റ്റാച്യൂസും കുറേ അങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടുത്തെ മെനുവും ഓൾമോസ്റ്റ് ഒരു 90% ഒത്തൻറ്റിക് ആയിട്ടുള്ള പഞ്ചാബി ഫുഡ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡിഷൊക്കെ ഓർഡർ ചെയ്ത്, മെയിനായിട്ട് പറാട്ടയൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തത്. നന്ദു ആലു പറാഠ പറഞ്ഞു, ഞാൻ പനീർ പറാഠ പറഞ്ഞു, പിന്നെ വീണ്ടും ആലു പറാഠ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാലക് പനീർ, ദാൽ തടുക്ക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ഓർഡർ ചെയ്ത് അത് ഫുഡ് വരുന്ന സമയം കൊണ്ട് നട്ടുച്ച സമയമാണ്. അപ്പോൾ ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അവർ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഗ്രീൻ ചട്നി, പിന്നെ അച്ചാർ, പിന്നെ ഒരു പിക്കളുടെ അണിയനൊക്കെ കൊണ്ടുവന്ന് വെച്ചു. മറ്റേ ശരിക്കും ഇത് സിർക്കെ വാലി പ്യാസ് എന്ന് പറയും, അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ വിശപ്പ് മൂത്തിരിക്കുന്ന കാരണം ഞങ്ങൾ ഈ സവാള എടുത്തൊക്കെ കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതങ്ങ് തീർത്തു. എന്നിട്ട് രണ്ടാമത് അവർ വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. അത് കഴിച്ച് ഒരു 2-3 പീസൊക്കെ സവാള വീണ്ടും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡ് വന്നു. നല്ല ഫുഡാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറൊക്കെ നിറഞ്ഞു. പക്ഷെ എന്നാലും അമ്മ ഒരു മാംഗോ ലസ്സിയും പറഞ്ഞു, ഞാനൊരു ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ലിറ്ററലി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ശരിക്കും വിഴുങ്ങിയ പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. ശരിക്കും ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ്. ഇവിടെ പോയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. കാരണം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കുറേ നേരമൊക്കെ വന്നിരിക്കാനാണ്. അവർക്കങ്ങ് ധൃതിയൊന്നുമില്ല നമ്മൾ പറഞ്ഞു വിടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചത് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചത് പതുക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.